നമസ്കാരം. പത്തനംതിട്ടയിൽ ദമ്പതികളടക്കമുള്ള സംഘത്തെ നടുറോഡിൽ അകാരണമായി തല്ലിച്ചതച്ച സംഭവത്തിൽ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ വകുപ്പുതല നടപടി തുടങ്ങി. പത്തനംതിട്ട SI എസ് ജിനുവിനെ സ്ഥലം മാറ്റി ജില്ലാ പോലീസ് ആസ്ഥാനത്തേക്കാണ് മാറ്റിയത്. അന്വേഷണ വിധേയമായിട്ടാണ് SP-യുടെ നടപടി. അന്വേഷണത്തിന് ശേഷം തുടർ നടപടി DIG സ്വീകരിക്കും. വിവാഹ ചടങ്ങിൽ പങ്കെടുത്തവരെ മർദ്ദിച്ച സംഭവത്തിൽ പോലീസുകാർക്കെതിരെ കേസെടുത്തിരുന്നു. മർദ്ദനത്തിൽ തോളലിന് പൊട്ടലേറ്റ മുണ്ടക്കയം സ്വദേശിനി സിതാരയുടെ പരാതിയിലാണ് കേസെടുത്തത്. സംഭവം വിവാദമായതോടെ DIG അജിത ബീഗം പത്തനംതിട്ട SP-യോട് റിപ്പോർട്ട് തേടിയിരുന്നു. മർദ്ദനത്തിൽ SIക്ക് ഗുരുതര വീഴ്ച സംഭവിച്ചതായി സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് നൽകിയിരുന്നു. അടൂരിൽ വിവാഹ സൽക്കാരത്തിൽ പങ്കെടുത്ത് മടങ്ങിയായിരുന്ന മുണ്ടക്കയം സ്വദേശികൾക്കാണ് പോലീസിൽ നിന്നും മർദ്ദനമേറ്റത്. ഇന്നലെ രാത്രി 11 മണിയോടെയായിരുന്നു സംഭവം. പോലീസിന്റെ ലാത്തിചാർജിൽ മുണ്ടക്കയം സ്വദേശിനി സിതാരയുടെ തോളലിന് പൊട്ടലുണ്ട്. ജീപ്പിൽ നിന്നും ഇറങ്ങിയപാടെ പോലീസ് മർദ്ദിക്കുകയായിരുന്നു. ഓടടാ എന്ന് പറഞ്ഞായിരുന്നു മർദ്ദനം. മർദ്ദിച്ചത് എന്തിനാണെന്ന് അറിയില്ലെന്നും മർദ്ദനമേറ്റവർ പറഞ്ഞു. ഒരു പ്രകോപനമില്ലാതെയാണ് പോലീസ് ലാത്തി വീശിയതെന്നും മർദ്ദനമേറ്റവർ പറഞ്ഞിരുന്നു. ചിലർക്ക് തലയ്ക്കും കൈക്കും പരിക്കേറ്റിട്ടുണ്ട്. സ്ത്രീകളടക്കമുള്ളവർ പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ ചികിത്സ തേടിയിരിക്കുകയാണ്. വിവാഹവാനുമായി മടങ്ങി വന്ന കോട്ടയം സ്വദേശികൾ വിശ്രമത്തിനായി വാഹനം വഴിയരികിൽ നിർത്തി. ഇതിൽ ചിലർ പുറത്തിറങ്ങി നിൽക്കുമ്പോഴാണ് പത്തനംതിട്ട SIയും സംഘവും സ്ഥലത്തെത്തി റോഡരികിൽ നിന്നവരെ അകാരണമായി മർദ്ദിച്ചത്. മുണ്ടക്കയം സ്വദേശി സിതാര, ഭർത്താവ് ശ്രീജിത്ത്, ബന്ധു ഷിജിൻ എന്നിവർക്ക് മർദ്ദനത്തിൽ പരിക്കേറ്റു. വാഹനത്തിന് പുറത്തു നിന്ന് മറ്റുള്ളവർക്കും അടികിട്ടി. പോലീസ് പോയതിന് പിന്നാലെ മർദ്ദനത്തിൽ പരിക്കേറ്റവർ സ്വന്തം വാഹനത്തിലാണ് ജനറൽ ആശുപത്രിയിൽ ചികിത്സ തേടിയത്. ബാറിന് മുന്നിൽ ചിലർ പ്രശ്നമുണ്ടാക്കുന്നുവെന്ന വിവരം ലഭിച്ചാണ് പോലീസ് സംഘം സ്ഥലത്തെത്തിയതെന്നാണ് ഔദ്യോഗിക വിശദീകരണം. എന്നാൽ യഥാർത്ഥത്തിൽ പ്രശ്നമുണ്ടാക്കിയത് ആരാണെന്ന് പോലും അന്വേഷിക്കാതെ പോലീസ് പൊതിരെ തല്ലിയത് എന്തിനെന്ന ചോദ്യത്തിന് മുതിർന്ന ഉദ്യോഗസ്ഥർക്ക് പോലും മറുപടിയില്ല. പരിക്കേറ്റവരുടെ മൊഴിയിൽ SI അടക്കമുള്ള പോലീസുകാർക്കെതിരെ കേസെടുത്തിരുന്നു. ബാറിന് മുന്നിൽ പ്രശ്നമുണ്ടാക്കിയവരെ തേടിയെത്തിയ പോലീസ് വിവാഹ സംഘത്തെ ആളുമാറി ആക്രമിക്കുകയായിരുന്നു. SI ജിനുവും സംഘവുമാണ് മർദ്ദിച്ചത്. സംഭവത്തിൽ SIക്ക് ഗുരുതര വീഴ്ചയുണ്ടായെന്നാണ് രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ കണ്ടെത്തൽ. പോലീസ് ആക്രമിക്കാതെ ഇവർക്ക് എങ്ങനെ പരിക്കേറ്റു എന്ന ചോദ്യം നിർണായകമാണ്. കേരള പോലീസിന് നാണക്കേടായി മാറിയിരിക്കുകയാണ് ഈ സംഭവം. 11 മണിയാകുമ്പോഴത്തേക്കും KSRTC ബസ് സ്റ്റാൻഡ് ഇവിടെ നിൽക്കുക. അവിടെ വന്നപ്പോഴത്തേക്കിനും ഞങ്ങൾക്ക് എന്താ സംഭവം, ഞങ്ങൾ സാധാരണ നമ്മൾ എല്ലായിടത്തും ഇങ്ങനെ പോയി വരിക, കേരളത്തിലെ മിക്ക സ്ഥലത്തും സഞ്ചരിച്ചിട്ടുള്ള ആൾക്കാരാണ്. അപ്പം ഞങ്ങളിവിടെ വന്നിരിക്കുന്നു, ഒരു പ്രകോപനം കേട്ടാൽ ഒരു വണ്ടി പോലീസ് ഇങ്ങോട്ട് വരുന്നു. വന്നു കഴിഞ്ഞപ്പോഴത്തേക്കിങ്ങനെ ലാത്തി എടുത്ത് അങ്ങ് അടിക്കാൻ തുടങ്ങി. അപ്പം ഞങ്ങൾ സംസാരിക്കുന്നുണ്ട്, എന്താണെന്ന് പോലും ഞങ്ങൾക്ക് സംസാരിക്കാൻ ടൈം കിട്ടുന്നില്ല. എൻ്റെ വൈഫുണ്ട് കൂടെ. അപ്പം ഞാൻ പറഞ്ഞ് ലേഡീസ് ഉണ്ട് കൂടെ എന്ന് പറഞ്ഞിട്ട് പോലും അവരങ്ങ് തല്ലി. ഞങ്ങൾ ഓടിപ്പോയി അങ്ങ് വീണ്. ഞാനും അവിടെ കൂടെ വീണപ്പോഴത്തേക്കിങ്ങനെ വീണടുത്ത് വെച്ച് അങ്ങ് അടിച്ചു വരിക. എൻ്റെ തലക്കിലടിച്ച്, വയസ്സിന് കൈക്കിലടിച്ച്, അവളുടെ കൈ എൻ്റെ പൊട്ടലുണ്ട്, ഷോൾഡറിന് പൊട്ടലുണ്ട്. ഞങ്ങൾക്ക് ഇവിടെ സത്യം പറഞ്ഞാൽ എന്താ സംഭവിച്ചതെന്ന് സത്യം പറഞ്ഞാൽ അറിയത്തില്ല. അവരെന്നിട്ട് അങ്ങ് പോയി. ഞങ്ങൾ എന്നാൽ അവിടെ ആടി കൊണ്ട് കടങ്ങി തല പൊട്ടി ചോര ഒഴിച്ചെന്ന് പറഞ്ഞാൽ അവർ മൈൻഡ് ചെയ്തില്ല ഞങ്ങളെ. അവരങ്ങ് പോവുകയും ചെയ്തത്. എന്താ സംഭവിച്ചതെന്ന് അറിയത്തില്ല. ഞങ്ങൾ ഈ കേരളത്തിൽ ഇങ്ങനെ ഇതുപോലൊരു സാഹചര്യം ഞങ്ങൾ ഇതുവരെ ആദ്യമായിട്ട് ഞങ്ങൾക്ക് ഉണ്ടാവുക. ഞങ്ങളുടെ മോടെ കല്യാണമായിരുന്നു ഇന്നലെ. അപ്പോൾ ഇന്ന് ചെറുക്കൻ്റെ വീട്ടിലേക്ക് ഞങ്ങൾ മറുപടി കാണാൻ പോയതാ, അടൂര്, കൊല്ലം. പോയിട്ട് വന്നപ്പം എൻ്റെ വീട് തോന്നിയില്ല, അല്ല അതുമുങ്ങളം. അപ്പോൾ ചേട്ടായി വരാനായിട്ട് താമസിച്ചു. അവരെന്നെ ഇറക്കി വിട്ടിട്ട് പോകാൻ വേണ്ടിയിട്ട് ഇവിടെ ചേട്ടായി വരാൻ താമസിച്ചത് കൊണ്ട് ഞങ്ങളവിടെ വണ്ടിയിട്ട് അവിടെ വെയിറ്റ് ചെയ്യുന്നു. അപ്പോൾ ഈ പിള്ളേർ കൊച്ചിന് മൂത്രം ഒഴിക്കണമെന്ന് പറഞ്ഞു അവളന്ന് അങ്ങോട്ട് പോയി. അവനവിടെ സൈഡിൽ ചേർന്ന് നിൽക്കുകയായിരുന്നു. ഇവർ വണ്ടിയിൽ നിന്ന് ഇറങ്ങി വന്ന് അന്നേരം അങ്ങ് അടിച്ച് താഴെ അടിച്ച്. പെൺപിള്ളേർ ഇവിടെ നിന്ന് മൂത്രം ഒഴിക്കണം. അപ്പോൾ ഈ സംരക്ഷണം കൊടുക്കാൻ വേണ്ടിയാണ്. വനിതാ പോലീസുകാരല്ലോ വനിതാ പോലീസ് ഇല്ലായിരുന്നു. അപ്പോൾ ഈ സംരക്ഷണം കൊടുക്കാൻ വേണ്ടിയാണ് സത്യം പറഞ്ഞാൽ അവർ ആമ്പിള്ളേർ ചേർന്ന് വന്നത്. ആമ്പിള്ളേർ ചേർന്ന് വന്നതല്ല, അവർക്ക് സംരക്ഷണം കൊടുക്കണമല്ലോ. ശരിയല്ല. നല്ല തലയ്ക്ക് പൊട്ടലല്ലോ ഉണ്ടോ? തലയ്ക്ക് പൊട്ടലുണ്ട്. ബ്ലഡ് ഭയങ്കരമായിട്ട് ഇതാകുമായിരുന്നു. ആള് വന്നിട്ടുണ്ട്, സ്പ്ലിറ്റ് ആകുവാണ്, ഭയങ്കരമായിട്ട് ചെയ്യുമായിരുന്നു, ഇങ്ങനെ പമ്പിയായിരുന്നു. അത്രയും ബ്ലഡ്. കൊച്ചി എന്ന് എഴുന്നേറ്റ് പിടിച്ച് അപ്പോഴത്തേക്കിനും അവിടെ വർക്കിനായിട്ട് അടിച്ച്. അവള് പാവാട തട്ടി അവനെയും കൊണ്ട് വീണ്. പോലീസുകാരടിച്ച് പോലീസുകാരടിച്ച് ഇവിടെ അടിച്ച് അവിടെ വർക്കിനായിട്ട്.